എണ്ണപ്പനയുടെ നാര് തിന്ന് കുട്ടിക്കുറുമ്പ് കാട്ടി പുഴവെള്ളത്തിൽ കുളിച്ചും കളിച്ചുമൊക്കെ തുമ്പിക്കൈയില്ലാത്ത കുഞ്ഞാന വീണ്ടും ഏഴാറ്റുമുഖം ഭാഗത്തെത്തി. കുറവുകൾ എന്തുണ്ടെങ്കിലും അമ്മമാർ ഒപ്പമുണ്ടെങ്കിൽ അതൊക്കെയും അതിജീവിക്കാൻ മറ്റൊന്നും വേണ്ടതില്ലെന്ന തെളിവാണ് ഈ കാഴ്ചകൾ. 2 വർഷം മുൻപ് ഏഴാറ്റുമുഖം ഭാഗത്ത് കണ്ട തുമ്പിക്കൈയില്ലാത്ത കുട്ടിയാനയെക്കുറിച്ച് എല്ലാവർക്കും ആശങ്കയായിരുന്നു. തീറ്റയെടുക്കുമോ, തുടർന്നുള്ള ജീവിതം എങ്ങനെയാകും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ ആശങ്ക ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ വൈകല്യമുള്ളവയെ മറ്റ് ആനകൾ അകറ്റി നിർത്തുകയാണ് പതിവ്. അവിടെയാണ് ഈ കുഞ്ഞ് ആനയും അമ്മയും കൂട്ടാനകളും വ്യത്യസ്തരാകുന്നത്. ഒരു കൂട്ടം തന്നെയുണ്ട് തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടിക്ക് ചുറ്റും. 5 വയസ്സിനും 8 വയസ്സിനും ഇടയിൽ പ്രായം തോന്നിക്കുന്ന കുട്ടിയാന പിടിയാനയാണെന്നാണ് കാട്ടാനപ്രേമികൾ പറയുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം ആന വീണ്ടും ഈ പ്രദേശത്തെത്തിയപ്പോൾ ഏറെ സന്തോഷം നൽകുന്ന കാഴ്ചയായിരുന്നു അത്. ഒരമ്മയുടെ സംരക്ഷണത്തിൽ ഒരാൾ നിൽക്കുന്ന പോലെ തന്നെയാണ് അതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു ഇത് കെയറിങ് വേറൊരാൾ കൊടുത്താലും കിട്ടില്ല. അപ്പോൾ ഈ അമ്മയാന തന്നെ അതിനെ സംരക്ഷിക്കട്ടെ എന്നാണ് നമ്മൾ കരുതുന്നത്. അതിന് എന്താ പറയുക, ഏതെങ്കിലും ഒരു കാലത്ത് ആ അമ്മയാന ആ കുട്ടിയാനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് അതിനെ പിടിച്ച് സംരക്ഷിക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പം നിലവിൽ ആന സേഫാണ്, എല്ലാം വേണ്ട കാര്യങ്ങളും ആ കുട്ടിയാനയ്ക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ കുഞ്ഞിന് തുമ്പിക്കൈയില്ലാത്തതൊരു കുറവല്ലെന്ന് ചുരുക്കം. അമ്മയാനയും കൂട്ടത്തിലെ മറ്റാനകളും എല്ലാം ചേർന്ന് സാധാരണ പോലെ ഈ ആനക്കുട്ടിയെയും കാണുന്നു. ആദ്യഘട്ടത്തിൽ വനം വകുപ്പ് ഇതിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കണമെന്നൊക്കെ ആവശ്യങ്ങൾ ഉയർന്നിരുന്നെങ്കിലും ഇപ്പോൾ അങ്ങനെ ഒരു ആവശ്യം ആർക്കും മുന്നോട്ട് വയ്ക്കാനില്ല. കാരണം അത് അതിജീവിക്കുമെന്ന വിശ്വാസമാണ്. മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ. ഈ കുഞ്ഞനാനയെ കാണുമ്പോൾ നമ്മുടെയൊക്കെ ആശങ്ക അത് അതിജീവിക്കുമോ എന്നതായിരുന്നു അല്ലേ. പക്ഷെ നോക്കൂ, ആന സേഫാണ്. അമ്മയെ തൊട്ടുരുമിയൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു അല്ലേ. MS ലിഷോയ് കൂടുതൽ വിവരങ്ങൾ പറയാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലിഷോയ്, അത് തന്നെയാണ് ആശങ്കയായിരുന്നു നമുക്കൊക്കെ. ഇതിങ്ങനെ സർവൈവ് ചെയ്യുമ്പോൾ തുമ്പിക്കൈ ഇല്ലാതെ ആനകൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ കുഞ്ഞനാന നോക്കൂ, അമ്മയോടൊപ്പം ചേർന്ന് ഒരമ്മയുണ്ട് അതിനെ സംരക്ഷിക്കാൻ അല്ലേ. അത് പിന്നെ കുറച്ചുകൂടി പാകപ്പെട്ടു എന്ന് തോന്നുന്നു. തുമ്പിക്കൈ ഇല്ലാതെ ജീവിക്കാൻ ആ ആനക്കുഞ്ഞും പാകപ്പെട്ടു എന്ന് തന്നെ കരുതാം അല്ലേ. തുമ്പിക്കൈയില്ലാത്ത കുട്ടിയാനയെ നമ്മൾ പലതവണ പല ദൃശ്യങ്ങളൊക്കെ തന്നെയായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചതാണ്. പക്ഷേ പലപ്പോഴും ഈ ആനയെ കാണുന്ന സമയത്തൊക്കെ തന്നെ, അതായത് 2 വർഷം മുൻപാണ് ആദ്യമായി ഈ ആനയെ ഈ അതിരപ്പള്ളി മേഖലയിൽ കാണുന്നത്. ആ സമയത്ത് വലിയ ആശങ്കയായിരുന്നു ഇത് അതിജീവിക്കുമോ എന്നുള്ളതൊക്കെ തന്നെ. ഇപ്പോൾ എന്തായാലും ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു അത് അതിജീവിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ആന ഇപ്പോഴും ആ കൂട്ടത്തോട് കൂടെ തന്നെ ഉണ്ട്. പലപ്പോഴും ഈ ആനയും കാട്ടാനകളുമായി അടുത്ത് നിൽക്കുന്ന ഈ വന്യജീവി നിരീക്ഷകരൊക്കെ തന്നെ പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ വൈകല്യമുള്ള ആനകളെയൊക്കെ തന്നെ ഈ കൂട്ടത്തിൽ നിന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ അകറ്റും. ആ ഒരു സമയത്ത് ഈ ആനയ്ക്ക് അതിജീവിക്കാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അത് ഏകദേശം 8 വയസ്സിനടുത്ത് 5 മുതൽ 8 വയസ്സിനിടയിൽ പ്രായം തോന്നിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പൂർണ്ണ ആരോഗ്യം ഉള്ള ഒരു ആനയെപ്പോലെ തന്നെയാണ്. അല്പം ഈ വലുപ്പത്തിൽ കുറവുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ആനയിൽ കാണാനില്ല എന്നുള്ളതാണ് ഈ വന്യജീവി നിരീക്ഷകരൊക്കെ തന്നെ പറയുന്നത്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കൂട്ടത്തിൽ നിന്ന് ഒരിക്കലും ഈ ആനയെ മാറ്റിയിട്ടില്ല. ഒരു കൂട്ടം ആനകൾ ഈ ആനയ്ക്ക് സംരക്ഷണമായി എപ്പോഴും ഈ കുഞ്ഞാനയുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇതൊരു പിടിയാനയാണ് എന്നുള്ള ഒരു സംശയവും ഈ വന്യജീവി നിരീക്ഷകരൊക്കെ തന്നെ പറയുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഇനിയും കുറേ സമയത്തിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഈ അതിരപ്പള്ളി വെറ്റിലപ്പാറ മേഖലയിലൊക്കെ തന്നെ തുമ്പൂർമൊഴി മേഖലയിലൊക്കെ തന്നെ ഈ ആന എത്തുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഈ കൂട്ടം ഇങ്ങോട്ടേക്ക് എത്തുന്നു. പക്ഷേ മറ്റ് ആനകൾ ഈ കൃഷിയിടങ്ങളിലേക്കൊക്കെ തന്നെ കയറുന്നത് പോലെ ഈ ആനക്കൂട്ടം അങ്ങോട്ടേക്ക് കയറുന്നില്ല. എണ്ണപ്പനത്തോട്ടത്തിൻ്റെ അകത്ത് ഈ എണ്ണപ്പന മറച്ചിട്ട ശേഷം അവിടെ നിന്ന് ഭക്ഷണമൊക്കെ തന്നെ കഴിച്ച് തിരികെ പുഴയുടെ ഭാഗത്തേക്ക് തന്നെ പോവുകയാണ് എന്നുള്ളതാണ് ഈ നിരീക്ഷിക്കുന്ന ആളുകൾ പറയുന്നത്. എന്തായാലും വലിയ ആശ്വാസമാണ് എല്ലാവർക്കും. ഈ ആനയെ കാണുമ്പോൾ വലിയ സന്തോഷവും തോന്നുന്നു ഇപ്പോൾ എന്നുള്ളതാണ് പറയുന്നത്. കാരണം മറ്റ് സന്തോഷം തോന്നുന്നുണ്ട് ലിഷോയ് ആ ഒരു കാഴ്ച കാണുമ്പോൾ. എന്തായാലും ആ കുട്ടിയാന ഇനിയും സേഫായിട്ട് തന്നെ പോകട്ടെ, അത് ജീവിക്കാൻ കൂടി പഠിക്കട്ടെ അല്ലേ. തുമ്പിക്കൈ ഇല്ലാതെ അതിന് സർവൈവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ശരി ലിഷോയ്.